നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട സൗത്ത് കൊറിയയെക്കുറിച്ചുള്ള 5ാമത്തെ എപ്പിസോഡാണ് ഇത്. കൊറിയയിലെ ബുസാനിൽ നിന്നും തലസ്ഥാനമായ സിയോളിലേക്ക് റോഡ് മാർഗം പുറപ്പെടുന്ന തുടക്കത്തോടെ ആയിരുന്നുവല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. നമുക്ക് ആ യാത്ര തുടർന്ന് കാണാം. ഈ എപ്പിസോഡിൽ ഉടനീളം ഈ യാത്രയിൽ ഞാൻ കണ്ട് ആസ്വദിച്ച പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയുടെ വസന്തകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആയിരുന്നു ഞാൻ കൊറിയ സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ ബുസാനിൽ നിന്നും പുറപ്പെട്ട് 400 കിലോമീറ്റർ റോഡ് മാർഗം ഞാൻ യാത്ര ചെയ്തപ്പോൾ എല്ലായ്പ്പോഴും അത്ഭുതം ഉളവാക്കുന്ന പ്രകൃതി സൗന്ദര്യം മാത്രമായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത്. ബുസാനിൽ നിന്നും സോൾ വരെ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രകൃതിയുടെ വളരെ മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചോദിച്ചാൽ ജെരിസാൻ പർവ്വതം. ഇതൊരു വലിയ പർവ്വതമാണ്. കൊറിയയിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങളിൽ ഒന്നായ ജെരിസാൻ. മനോഹരമായ പർവ്വത കാഴ്ചകളും പച്ചപ്പും നിറഞ്ഞ വനങ്ങളും മറ്റും നമുക്ക് അത് കാണാൻ സാധിക്കും. പോകുന്ന വഴിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെഗു ഒരു നഗരമാണ്. ഈ നഗരത്തിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള പർവ്വതങ്ങൾക്കും പച്ചപ്പിനും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നോക്നാക് നദി. കൊറിയയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നാക്നോക് നദി ബുസാനിൽ നിന്നും സിയോൾ വരെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതും നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് പല ഭാഗത്തും കാണാൻ സാധിക്കും. മറ്റൊന്നാണ് ചൊങ്ഡോ ഗ്രാമപ്രദേശം. വളരെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്, വളരെ സൗന്ദര്യമുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെ നമ്മുടെ ഈ യാത്ര പോകുന്നുണ്ട്. പച്ചപ്പും കൃഷിയിടങ്ങളും നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് ഗ്യാങ്ഗുങ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം. പുരാതന ജില്ല രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു അത്. ഇവിടെ പുരാതന ക്ഷേത്രങ്ങളും പഗോഡുകളും കാണാൻ കഴിയും. അതെല്ലാം നമുക്ക് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കൃഷിയിടങ്ങളാണ്, ഗ്രാമപ്രദേശത്താണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ജ്വാങ്പോങ് പട്ടണത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ നമ്മൾ പോകുന്നില്ല. മെയിൻ ഹൈവേ വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബുസാനിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ മനോഹരമായ കടൽ തീരങ്ങളും ബീച്ചുകളും കാണാൻ കഴിയും. ആ ഭാഗത്തോടെ നമ്മൾ കടന്നു കഴിഞ്ഞിരുന്നു. സോൾ നഗരത്തിന്റെ ഹാൾ നദിയുടെ തീരത്ത് മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അവിടേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. നമുക്ക് കാണാൻ സ്ഥലം വരുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. വസന്തകാലത്ത് ഈ സമയത്ത് ചെറി ബ്ലോസം, അത് ജപ്പാനിലാണ് ചെറി ബ്ലോസത്തിന്റെ ഏറ്റവും ഉത്ഭവങ്ങളും ഏറ്റവും മനോഹരമായ കാഴ്ച എങ്കിൽ കൂടി ഈ കൊറിയയിലെ വസന്തകാലത്തും ഇവിടെ ചെറി ബ്ലോസം പൂക്കുന്നുണ്ട്. അതും നമുക്ക് കാണാൻ കഴിയും ഈ പോകുന്ന വഴിയിൽ തന്നെ. പാടങ്ങൾ, കൃഷിപ്പാടങ്ങൾ, അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ യാത്രയുടെ ചില ഭാഗങ്ങൾ വെച്ച് മാത്രം നമുക്ക് കാണാൻ പറ്റും. കൊറിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും പാടങ്ങളും മറ്റും കാണാൻ നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഡോജാൻ എന്നൊരു നഗരമുണ്ട്. ഈ നഗരം സോളിന് സമീപം ചെല്ലുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ സൗന്ദര്യവും ആ പട്ടണത്തിന്റെ ആ നഗരത്തിന്റെ സൗന്ദര്യവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏത് ഭാഗത്ത് ചെന്നാലും ശരി തന്നെ റോഡിന് ഇരുവശവും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നല്ല പൂക്കളെ പോലെ വിരിഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ താല്പര്യത്തെക്കുറിച്ചും അതിന്റെ സവിശേഷതയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദക്ഷിണ കൊറിയയിലെ ശരത്കാലം സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. ഇലകൾ മാറുന്നതിനും സുഖപ്രദമായ കാലാവസ്ഥയ്ക്കും ഉത്സവങ്ങൾക്കും പേരുകെട്ടാണ് ഈ സമയം. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ കാണിച്ചാണ് ഞങ്ങളുടെ ബസ്സിനുള്ളിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, അങ്ങനെ ആഘോഷിച്ചാണ് പോകുന്നത്. പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ കർത്തവ്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ ഒരു സെക്കൻഡ് പോലും വിടാതെ ഇതിൻ്റെ സൗന്ദര്യങ്ങൾ പിടിച്ചെടുക്കുക, അത് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുക, നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് കാരണം കാണാവുന്ന അത്രയും കാണുകയും പിടിക്കാവുന്ന അത്രയും വീഡിയോകൾ സൗന്ദര്യം, അതായത് പ്രകൃതി സൗന്ദര്യങ്ങൾ പിടിക്കുകയും മറ്റുമായിരുന്നു ഞാൻ ശ്രദ്ധയിലെത്തിയിരുന്നത്. ഇലകൾ ചുവപ്പായി മാറിത്തുടങ്ങുന്നത് ഈ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഇലകളും മഞ്ഞയായി ഒടുവിൽ വീഴുന്നു. ഇലകൾ കാണാനുള്ള ഏറ്റവും നല്ല സമയം ഒക്ടോബർ നവംബർ മാസമാണ്. പീക്ക് സീസൺ യഥാർത്ഥത്തിൽ 2 ആഴ്ച മാത്രമേ നിലനിൽക്കുള്ളൂ. ഈ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കും. ദക്ഷിണ കൊറിയയിലെ ശരത്കാലം മനോഹരമായ സസ്യജാലങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരം, ചരിത്രം, കാലാനുസൃതമായ ആനന്ദങ്ങൾ എന്നിവ അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. ദക്ഷിണ കൊറിയ അതിൻ്റെ ലാൻഡ്സ്കേപ്പുകളിൽ, അതായത് ഈ വസന്തകാലത്ത്
ഓറഞ്ച്, ചുവപ്പ്, പെപ്പർ എന്നിവയുടെ അതിശയകരമായ ഷെയ്ഡുകൾ കൊണ്ട് നിറത്തിൽ പൊട്ടിത്തെറിക്കുന്ന സമയമാണിത്. എന്നിരുന്നാലും മാസത്തിൽ ഭൂരിഭാഗവും താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. പരമാവധി 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ വസന്തകാലത്ത് വെളിയിൽ. ഈർപ്പത്തിന്റെ അളവ് കാര്യത്തിൽ അല്പം ഒട്ടിപ്പിടിക്കുന്നതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ആയിരിക്കും. ശരത്കാല ജാലകങ്ങളുടെ സീസൺ സാധാരണയായി ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് കൊറിയയിൽ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ശരത്കാലത്ത് കൊറിയയുടെ പല ഭാഗങ്ങളും അതിൻ്റെ ദേശീയ പാർക്കുകൾ, പർവ്വതങ്ങൾ, സർവകലാശാലകൾ, കൊട്ടാരങ്ങൾ, റോഡുകൾ എന്നിവയിലുടനീളം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നിവയുടെ തിളക്കമാർന്ന പാലറ്റിൽ വീഴുന്ന സസ്യജാലങ്ങളുടെ മനോഹരമായ പ്രദർശനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അത് യൂറോപ്പ് എന്നില്ല, അമേരിക്ക എന്നില്ല, ഈസ്റ്റ് ഏഷ്യ എന്നില്ല, എവിടെ ആയാലും ശരി തന്നെ കരമാർഗം ദീർഘയാത്ര നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബസ് ഡ്രൈവർക്ക് ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും അതിൻ്റെ റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇടവേളയിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറിയതാണ് ഇത്. അവിടെ പെട്രോൾ പമ്പും മറ്റ് സൗകര്യങ്ങളും ഉണ്ട്. സ്വല്പം ഫ്രഷ് ആകുകയും ചെയ്യാമല്ലോ, ശരീരം നനവും. 3 മണിക്കൂർ 3.5 മണിക്കൂറായി ഞങ്ങളൊരു ഇരിക്കുകയായിരുന്നു ബസ്സിൽ. ഈ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകാൻ പറ്റും. മറ്റുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ആയതുകൊണ്ട് ഏത് യാത്ര പുറപ്പെട്ടാലും അതിൻ്റെ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു സ്റ്റോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത്. ഇങ്ങനെയുള്ള സ്റ്റോപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രൈവറുടെ റെസ്റ്റ് മാത്രമല്ല, ഞങ്ങളുടെ റെസ്റ്റ് കൂടിയാണ്, യാത്രക്കാരുടെ. ഇവിടെ നമുക്ക് കിട്ടുന്നത് വാഷ്റൂമിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചൂടായതോ തണുപ്പോ പാനീയങ്ങൾ ചെറുതായത് കിട്ടും, സ്നാക്സ് കിട്ടും. അതുപോലെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് യാത്രയിലുടനീളം അത് ആഘോഷിക്കാൻ ചെയ്യാമല്ലോ. ടൈം പാസിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ ചെയ്യും. അതിനുവേണ്ടി അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇറങ്ങുക എന്നുള്ളത്. ഇത് ഏതൊരു യാത്രയിലും നമുക്ക് അനുഭവപ്പെടും, നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റോപ്പ് സിയോളിൽ എത്തിയതിനു ശേഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവിടുത്തെ അതിന് ശേഷം ആ സ്റ്റോപ്പിന് ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. ദക്ഷിണ കൊറിയയിലെ ശരത്കാലത്തിൽ നിരവധി മരങ്ങളും പൂക്കളും നിറങ്ങളുള്ള അതിശയകരമായ പ്രദർശനമാണ് പ്രകൃതി ഒരുക്കുന്നത്. ചടുലമായ ചുവപ്പ്, ഓറഞ്ച് ഇലകൾക്ക് പേരുകേട്ട മേപ്പിൾ മരങ്ങൾ ശരത്കാല സീസണിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ആ മേപ്പിൾ മരങ്ങളാണ് മിക്കവാറും നമുക്ക് റോഡ് സൈഡിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒന്നാണ് ജിങ്കോ മരങ്ങൾ. ഈ മരങ്ങൾ തിളങ്ങുന്ന മഞ്ഞ നിറമായി മാറുന്നു. ഇത് സ്വർണ്ണ മേലാപ്പുകളും ഇലകളും പരവതാനികളും സൃഷ്ടിക്കുന്നു. നമ്മുടെ വണ്ടിക്കുള്ളിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. മെറ്റസൊക്കോബിയ മരങ്ങൾ. ഈ മരങ്ങൾ മനോഹരമായ ഓറഞ്ച് നിറങ്ങൾ നൽകുന്നു. അവ പലപ്പോഴും ലൈനിങ് റോഡുകളിലും പാർക്കുകളിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. പ്ലാറ്റിനസ് മരങ്ങൾ, പ്ലെയിൻ ട്രീ എന്നും അറിയപ്പെടുന്നു. ഇവ മഞ്ഞയും തവിട്ട് നിറമുള്ള ഇലകൾ ചേർന്ന പൂക്കളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു ഗ്രാമപ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. ഗ്രാമപ്രദേശ കാഴ്ചകളാണ്, കൃഷിയിടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോസ്മോസ് പൂക്കൾ, പിങ്ക്, വെള്ള, ഓറഞ്ച് എന്നിവയുടെ വിവിധ ഷെയ്ഡുകൾ വിരിഞ്ഞു നിൽക്കുന്ന ശരത്കാല ലാൻഡ്സ്കേപ്പിന് അതിലോലമായ സ്പർശവും അതിലോലമായ കാഴ്ചയും നൽകുന്ന ഒരു സൈസ് മരമാണ് അത്. ചുവന്ന ചിലന്തി ലില്ലി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വിരിയുന്ന ഈ ചുവപ്പ് പൂക്കൾ പലപ്പോഴും ക്ഷേത്രങ്ങളുടെ സമീപമാണ് കാണപ്പെടുന്നത്. തനിതു പൂക്കൾ സെപ്റ്റംബറിൽ വിരിയുന്നു. ഈ വെളുത്ത പൂക്കൾ മനോഹരമായ കാഴ്ചയാണ്, പ്രത്യേകിച്ച് വയലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തുരങ്കത്തിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ കണ്ട ദൃശ്യം കണ്ടല്ല, ആ മല വരെ പൂത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ ബസ്സിനുള്ളിൽ തകൃതിയായിട്ട് ആഘോഷങ്ങൾ നടക്കുകയാണ്. ടൈം പാസിന് വേണ്ടി ഞങ്ങളുടെ ഗൈഡ് ആരെയും ഉറക്കാൻ സമ്മതിക്കാതെ തന്നെ അദ്ദേഹം വേണ്ട കരുതൽ എടുക്കുന്നുണ്ട്. പിങ്ക് മ്ലൂഫി ഗ്ലാസ് എന്ന ഒരു മരമുണ്ട്. ഈ അലങ്കാര പുല്ല് ശരത്കാലത്തിൽ അതിശയകരമായ പിങ്ക് നിറമായി മാറുന്നു. പാർക്കുകളും പൂന്തോട്ടങ്ങളുമാണ് അത് കൂടുതലായി കാണുന്നത്. നമ്മുടെ റോഡിന്റെ ഇരുവശങ്ങളും ശ്രദ്ധിച്ചാൽ കാണും, നമുക്ക് മനസ്സിലാകും. ഈ ശരത്കാലത്തിൽ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി ഭൂമി ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ലോക്കൽ ടൈം 12:30 ആയി കഴിഞ്ഞു. ഇനിയും ഏകദേശം 1 മണിക്കൂർ കൂടി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരാൻ. ആ ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം വേണം ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തനതായ കൊറിയൻ ലോക്കൽ ഫുഡാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്തെന്നറിയില്ല, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുൻപായിട്ട് നാട്ടിൽ വെച്ച് തന്നെ ഞങ്ങളുടെ ഗൈഡും ഞങ്ങളുടെ ഗ്രൂപ്പ് മാനേജറും പറഞ്ഞിരുന്നു, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൊറിയയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അത് കാരണം നിങ്ങളുടെ കയ്യിൽ സകലം
ചമ്മന്തിയോ അച്ചാറോ ഒക്കെ കരുതുന്നത് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കുമെന്ന്. ഞങ്ങളിൽപ്പെട്ട ഫാമിലിയിലുണ്ടായിരുന്ന പലരും അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ തനതായ നാടൻ ഭക്ഷണം, അവരുടെ സ്വന്തം ആ നാടിൻ്റെ സ്വന്തം ഭക്ഷണം കഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടാണ് ഞാൻ കരുതി വിട്ടിട്ടുള്ളത്. അത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് സന്ദർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ തനതായ ഭക്ഷണം ഞാൻ കഴിക്കാൻ താല്പര്യപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെന്ന് എത്താൻ പോകുന്നത് ഫോക്ക് വില്ലേജിലാണ്. അവിടുത്തെ പരിപാടി അതിവിശിഷ്ടമായ പരിപാടികളും കലാപരിപാടികളുമാണ് നമുക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൂടി ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വഹിക്കുന്ന ഒരു വലിയ എപ്പിസോഡായി മാറും. ആ വിവരങ്ങളും മറ്റു അതിശയിക്കുന്ന കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.